ചെറിയച്ഛൻ കരുണാനിധി സ്റ്റൈലില് നല്ല വെയിലായതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് എത്തിയിരിക്കുക ഒരാള്. ഇപ്പോഴും ചുള്ളനായിട്ടാണല്ലോ നടക്കുന്നത്. അതാണ് എനർജിക്ക് ഒരു കുഴപ്പമില്ല ചെറിയച്ഛന്. ഞാൻ ആലോചിക്കാറുണ്ട് രാജേഷേട്ടൻ എങ്ങനെയാണ് എവിടെ നിന്നാണ് ഇത്ര എനർജി. ആക്ച്വലി ഫാമിലി മൊത്തം ഭയങ്കര വൈബിളുള്ള ആൾക്കാരാണ്. എന്തൊക്കെ വിശേഷങ്ങൾ? കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് വന്നാണ്. ഒരു മോള് ആർമിയില്, വേറൊരു മോള് ഹോട്ടൽ മാനേജ്മെന്റ്. പോയിട്ട് വന്നു. അവിടെ 3 മാസം ഇരുന്നായിരുന്നു. ഓ അത് ശരി. ലക്നൗ, നിയർ ലക്നൗ. ലക്നൗ. മോള് മേജർ ആയിരുന്നു ആർമിയില്. ഓക്കെ. അവരുടെ ഹസ്ബൻഡും ബിക്കോസ് അവര് ലേഡീസ് വൈഫ്സ് അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യില്ല. സോ ഷി ഹാഡ് ടു ലീവ് ദ ആർമി. മകന്റെ ഹസ്ബൻഡ് കേണലാണ്. അത് ശരി. വലിയ വലിയ സംഭവങ്ങളാണ്. അപ്പം എന്താണ് ഈ വീടിനെ പറ്റിയിട്ട് ചെറിയൊരു ഓർമ്മ പറയാൻ പറഞ്ഞ ഒരു ഫേവറേറ്റ് ഓർമ്മ? ഓടിക്കളിച്ചതായിരിക്കും അല്ലേ? അല്ല, അതിന്റെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇടയിൽ കയറി പറഞ്ഞതെന്ന് ആരും വിചാരിക്കരുത്. ബിക്കോസ് ചെറിയച്ഛന് മലയാളത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കും, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകൾക്ക് എന്താ പറയാ മലയാളത്തിലാവുമ്പോ. ഇപ്പൊ തുളുവാണെങ്കിൽ ചറപറാന്ന് പറഞ്ഞു തന്നെ. അപ്പൊ വേറെ ഭാഷ അറിയോ? കന്നഡ എനിക്കറിയില്ല. അതല്ല, ചെറിയച്ഛനെ പറ്റിയിട്ട് അച്ഛൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാം. അച്ഛൻ 5 അനിയന്മാരാ, ഒരു അനിയത്തിയാണ്. ഏറ്റവും കുറുമ്പും ഏറ്റവും ഇവിടെ ഒരു സ്ഥലത്ത് നിൽക്കാത്ത ഒരാളാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അതാണ് എനർജി. അതെ, കാരണം ഞാൻ അവിടെ വരുമ്പോ തന്നെ ഉണ്ടല്ലോ ആ ഒരു ഫുൾ ആറ്റിറ്റ്യൂഡും ഇപ്പോഴും ഉണ്ട് അത്. എങ്ങനെയുണ്ട്? പിന്നെ പറയൂ, ഒരു ഫേവറേറ്റ് മെമ്മറി പറയോ? ഓടിക്കളിക്കണ തന്നെ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് സംസാരിക്കോ? അത് പറയാൻ പറ്റോ? അമ്മ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോ അമ്മക്ക് 16 years ആണ്. 16. ഓൾ ദ ബ്രദേഴ്സ് ഒക്കെ സ്ലൈറ്റ്ലി യങ്ങറാണ്. അപ്പൊ ഇവരൊക്കെ അപ്പൊ കളിക്കൂട്ടുകാരായിരുന്നു നമ്മുടെ ഇവരൊക്കെ അന്ന്. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് പോയി. അപ്പൊ മെമ്മറി പോയോ? അങ്ങനെയല്ല, ഹി ഹാസ് സം ഇഷ്യൂസ് വിത്ത് സ്ലൈറ്റ് മെമ്മറി. സിവിയർ നിമോണിയ അറ്റാക്ക് വന്നിട്ട് അപ്പൊ ചെറിയ മെമ്മറി ലാപ്സസ് വരും ചെറിയ. അതാണ് ഈസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ വൈ ഈസ് നോട്ട് ഏബിൾ ടു റിമെമ്പർ. ദാറ്റ്സ് ഫൈൻ. ഇപ്പൊ എവിടെ പോയിട്ടാ വന്നത്? ടൗണില് പോയത് എങ്ങനെയാന്നറിയോ? ആ കൂളിംഗ് ഗ്ലാസ് എടുത്തോ. ടൗണില് പോയ ചെത്ത് ഭയനായിട്ട്. അമ്മോ, പഴയ തമിഴ് സിനിമയുടെ ഫാനാണ്. ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണെന്ന്. ഡയലോഗൊക്കെ അറിയോ? അയ്യോ പാവം. ഇല്ല, ഇത് മാത്രമാണ് ആക്ടർ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ മുത്തശ്ശനെ നമുക്ക് ഫ്രീ ആക്കി വിടാം. പാവം. ഓക്കെ, താങ്ക് യു. സൂപ്പർ.